ഓക്കെ, അപ്പോൾ നമ്മളിന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് റിലേഷൻ ഫംഗ്ഷനിൽ ഒരു ക്വസ്റ്റ്യനാണ്, ഒരു സ്ഥിരം ടൈപ്പ് ക്വസ്റ്റ്യനാണ്. നോക്കുക, റിലേഷൻ അവർ നമുക്ക് തന്നിട്ടുണ്ട്, റിലേഷൻ തന്നിട്ടുണ്ട് എ ബി എന്ന് വേണം എഴുതാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഉള്ളിൽ എ എപ്പോഴും ചെറുതായിരിക്കണം, ബി വലുതായിരിക്കണം, ചിലപ്പോൾ അത് ഈക്വലായിട്ടും വേണമെങ്കിൽ വരാം. അതാണിത്, എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. ഇങ്ങനെയാണ് ഇത് വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. എ എന്ന് പറയുന്നത് ചെറുതാണ്, ബിനേക്കാളും ചെറുതായിരിക്കണം എ. ചില സമയത്ത് അത് രണ്ടും ഈക്വലായിട്ടും വരാം. അതാണ് ഈ ചിഹ്നം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ എന്താണ്? റിഫ്ലെക്സ്, സിമെട്രിക്, ട്രാൻസിറ്റീവ് ചെക്ക് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. റിഫ്ലെക്സീവ് ആണോ എന്ന് നോക്കണം. റിഫ്ലെക്സീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാനിവിടെ താഴെ എഴുതി വെച്ചിട്ടുണ്ട് 5, 5, 3, 3, 2, 2 അങ്ങനെ ഒരേ സംഖ്യ തന്നെ ഓർഡേഡ് പെയറിൻ്റെ ഉള്ളിൽ വന്നാൽ അത് റിഫ്ലെക്സീവ് ആണ്. ഇനി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, 5, 5 എഴുതാൻ പാടുണ്ടോ എന്നറിയുന്നത് എങ്ങനെയാണ്? ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കാം. കണ്ടീഷൻ എന്താ? 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ശരിയാണ്. 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 5 ഈക്വലാണ്. ഓക്കെ, കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് 5 5 എന്ന് എഴുതാം. √3 എഴുതാൻ പറ്റുമോ? നമ്മളിവിടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ശരിയാ, √3 ഈക്വലാണ്. ഇങ്ങനെ എഴുതുന്നതിന് തെറ്റില്ല. -1/2 -1/2 എഴുതാം, അത് തമ്മിൽ ഈക്വലാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി, ഇതെല്ലാം നമുക്കിങ്ങനെ എഴുതാം. അപ്പോൾ റിഫ്ലെക്സീവ് ആണെന്നുള്ള കാര്യം മനസ്സിലായി. ഇനി നമ്മൾ അവർക്ക് എഴുതി കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എ ബിലോങ്സ് ടു ആർ. എ എന്ന് പറയുന്നത് റിലേഷനിലുണ്ട്. കാരണം എന്താണ്? എക്ക് തന്നെ എന്താണ്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. ഓക്കെ, എ എന്ന് പറയുന്നത് റിയൽ നമ്പർ, ആർ എന്ന് പറഞ്ഞാൽ റിയൽ നമ്പറാണ്. റിയൽ നമ്പറിൽ എ ഉണ്ടെങ്കിൽ എ എന്ന് പറഞ്ഞ് ഓർഡേഡ് വേറെ റിലേഷനിലും എഴുതാം. ഇതിനുള്ളിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയത്തില്ലാത്തൊരു കാര്യമാണ്, ഈ ആർ എന്ന് പറഞ്ഞാൽ റിലേഷനും ഈ ആർ എന്ന് പറഞ്ഞാൽ റിയൽ നമ്പറുമാണ്. അത് ഈ ക്വസ്റ്റ്യനിൽ ഇവിടെ ഇത് രണ്ടും ഒരേ സംഖ്യ വന്നതാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ വരുന്നത്. റിലേഷനെയും ആർ എന്ന് എഴുതും, ഇൻ ആർ. ഈ രണ്ടാമത്തെ ആർ എന്താ? റിയൽ നമ്പറിൻ്റെ ആറാണ്. ആദ്യത്തെ ആർ എന്താണ്? റിലേഷൻ്റെ ആറാണ്. ഓക്കെ, അപ്പം നമുക്ക് ഓൾറെഡി മനസ്സിലായി ഇത് റിഫ്ലെക്സീവ് ആണ്. എന്തായാലും 5 5 3 √3 ഇങ്ങനെയൊക്കെയുള്ള സംഖ്യകൾ എഴുതാം. അപ്പോൾ ഇതെന്തായാലും റിഫ്ലെക്സീവ് ആണ്. അത് കാരണം നമുക്ക് എ ബിലോങ്സ് ടു ആർ, എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ എന്ന് എഴുതിയിട്ട് തൊട്ട് താഴെ നിന്ന് കൊടുക്കുക, റിഫ്ലെക്സീവ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ റിഫ്ലെക്സീവ് ആണെന്നുള്ള കാര്യം നമ്മൾ ചെക്ക് ചെയ്തു. ഇനി എന്തുകൊണ്ടാണ് ഞാൻ 5 √3 -1/2 ഒക്കെ എടുക്കാൻ കാരണം ഇതാണ്. ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? റിയൽ നമ്പറാണ്. റിയൽ നമ്പറിലുള്ള സംഖ്യകൾ എടുത്തിട്ട് വേണം ചെക്ക് ചെയ്യാൻ. 5 √3 -1/2 ഇവയൊക്കെ എന്താണ്? റിയൽ നമ്പറുകളാണ്. ഓക്കെ, അപ്പോൾ റിഫ്ലെക്സീവിൻ്റെ കാര്യം കഴിഞ്ഞു. അടുത്ത് നമ്മൾ എന്ത് ചെയ്യണം? സിമെട്രിക് ആണോ എന്ന് ചെക്ക് ചെയ്യണം. സിമെട്രിക് എന്ന് പറഞ്ഞാൽ എന്താണ്? 5 6 എന്ന് പറഞ്ഞ ഓർഡേഡ് വേറെ സിമെട്രിക് ആണെങ്കിൽ 6 5 എന്ന് പറഞ്ഞൊരു സംഖ്യ കൂടി വേണം. 5 6 എഴുതാം, കുഴപ്പമില്ല. കാരണം എന്താണ്? 5 ചെറുത് 6 വലുത്, 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6 ആണ്. ഓക്കെ, എഴുതാം, കുഴപ്പമില്ല. പക്ഷേ 6 5 എന്ന് എഴുതാൻ പാടുണ്ടോ? പാടില്ല. കാരണം എന്താണ്? 6 5 റിലേഷൻ ഇല്ല. കാരണം എന്താണ്? ഈ ആദ്യം എഴുതുന്ന സംഖ്യ എപ്പോഴും ചെറുതായിരിക്കണം. 6 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 എന്ന് എഴുതാൻ പാടുണ്ടോ? ഇല്ല, അത് ഈക്വൽ അല്ല, നോട്ട് ഈക്വൽ ടു ആണ്. അപ്പോൾ ഇതിങ്ങനെ എഴുതാൻ പാടില്ല. അത് കാരണം ഇതെന്തല്ല? സിമെട്രിക് അല്ല. സിമെട്രിക് അല്ല എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും ഒരു എക്സാമ്പിൾ എടുത്തിട്ട് സിമെട്രിക് അല്ല എന്ന് കാണിച്ചാൽ മതി. പക്ഷേ റിഫ്ലെക്സീവ് ആണ് എന്ന് തെളിയിക്കണമെങ്കിൽ ഇങ്ങനെ ജനറൽ ആയിട്ടുള്ള കാര്യം എഴുതണം. ഓക്കെ, അത് മാത്രമേ അതിൻ്റെ ഉള്ളിൽ കാര്യമുള്ളൂ. ഓക്കെ, അടുത്തത്. അപ്പം ഇത് നമുക്ക് മനസ്സിലായി, റിഫ്ലെക്സീവ് ആണ് പക്ഷേ സിമെട്രിക് അല്ല. അടുത്ത് നമ്മൾ എന്ത് ചെക്ക് ചെയ്യണം? ട്രാൻസിറ്റീവ് ചെക്ക് ചെയ്യണം. ഓക്കെ, 5 7, 5 ചെറുത് 7 വലുത്, എഴുതാൻ കുഴപ്പമില്ല. 7 9, 7 ചെറുത് 9 വലുത്, കുഴപ്പമില്ല, എഴുതാം. ഇനി 5 9 എഴുതാൻ പാടുണ്ടോ? 5ഉം 9ഉം വെച്ചിട്ട് എഴുതാൻ പാടുണ്ടോ? എഴുതാം, കുഴപ്പമില്ല. 5 ചെറുതും 9 വലുതും ഇങ്ങനെ എഴുതാം. ഇങ്ങനെ എഴുതുന്നതിന് യാതൊരു പ്രശ്നമില്ല. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് ട്രാൻസിറ്റീവ് ആണ്. അപ്പോൾ ട്രാൻസിറ്റീവ് ആണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. പക്ഷേ ഇനി ഇവർക്ക് ജനറൽ ഇത് ഉപയോഗിച്ചിട്ട് വേണം ട്രാൻസിറ്റീവ് ആണെന്ന് തെളിയിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അല്ല എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും ഒരു എക്സാമ്പിൾ നമ്മൾ കാണിച്ചാൽ മതി. ആണ് എന്ന് കാണിക്കണമെങ്കിൽ നമ്മളിങ്ങനെ ജനറലായിട്ട് BC എടുത്ത് AC എടുത്ത് ചെക്ക് ചെയ്തിട്ട് ആണെന്ന് കാണിച്ചു കൊടുക്കണം. ഇനി ചുമ്മാ നേരെ എഴുതി വെച്ചാൽ മതി, എളുപ്പത്തിൽ പരിപാടി കഴിയും. 5 7 പകരം AB ബിലോങ്സ് ടു റിലേഷൻ ആർ എന്ന് എഴുതി. കാരണം എന്താ? A ചെറുത് B വലുത്, A ചെറുത് B വലുത് എന്ന് എഴുതി വെച്ചു. അടുത്ത് BC ബിലോങ്സ് ടു ആർ, റിലേഷൻ ആർ എന്ന് കാണിച്ചു. കാരണം B ചെറുത് C വലുത്, B ചെറുത് C വലുത്. ഇനി ഇവിടെ തന്നെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ബിനേക്കാൾ ചെറുതാണ് A, സിയേക്കാൾ ചെറുതാണ് B എന്ന് പറഞ്ഞാൽ C വലുത്, അതിൻ്റെ തൊട്ട് താഴെ B, അതിൻ്റെ തൊട്ട് താഴെ A. അപ്പം C ആണ് വലുത്, ഏറ്റവും ചെറുതാണ്. ഇങ്ങനെ എഴുതാം, A ചെറുതാണ്, C വലുതാണ്. സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് എഴുതാം? AC എന്ന് എഴുതാം. ഓർഡേഡ് പെയർ എങ്ങനെ വായിക്കേണ്ടത്? ഓർഡേഡ് പെയർ AC, A ചെറുത് C വലുത്, റിലേഷനിലുണ്ട്. സോ ട്രാൻസിറ്റീവ്. കഴിഞ്ഞു, സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇതൊരു സ്ഥിരം ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇതേപോലത്തെ സ്ഥിരം ചോദിക്കുന്ന അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് കാണിക്കാം.